ഹലോ ഹായ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെ വീട്ടിലേക്കാണ്. പൊന്നാനി വെളിയങ്കോടാണ് എൻ്റെ അമ്മയുടെ വീട്. കസിൻസൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. അമ്മച്ചൻ്റെ ഒരിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഒരു ഡേ കൂടി എല്ലാവരും കൂടി സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി വന്നതാണ്. ഇതാണ് അപ്പോൾ വീട്. ആരെയും ഉമ്മർത്ത് കാണാനില്ല. മറ്റേത് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ബഹളാവും. അപ്പോൾ ബഹളം ഇങ്ങനെ ബാക്കിൽ നിന്ന് കേൾക്കണ്ട്. അപ്പോൾ പോയി നോക്കുമ്പോൾ എല്ലാവരും ബറാബ് പറിക്കുന്ന തിരക്കിലാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായ ഇതൊക്കെ എടുക്കുന്നതിലും പ്രധാനമാണ് ഈ ബറാബ ഉറക്കൽ കഴിക്കൽ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. മാമൻ്റെ വീട്ടിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് മാമനും അമ്മായിയും കൂടി കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലൊരു ഐറ്റമാണിത്. അപ്പോൾ ഞാനും കൂടി പറിക്കാനായിട്ട്. ഇതാണ് ബറാബ. കുറേ പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ കാണിച്ചു തന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റുള്ള പഴമാണ്. ഒരു പുളിയും മധുരവും ഒക്കെ കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ്. ലല്ലുവിന് നല്ല ഇഷ്ടമുള്ള സാധനം. പക്ഷേ ഇപ്പോൾ കിട്ടിയത് ഭയങ്കര പുളിയുള്ളതായതുകൊണ്ട് ആ എക്സ്പ്രഷനാണ് ലല്ലുവിൻ്റെ മുഖത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, അമ്മയെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിംഗ് ആണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. അമ്മ എന്താണെന്ന് അറിയാതെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ പുളിയുള്ളതാണ് എനിക്കും കിട്ടിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മായി എല്ലാവർക്കും, അതാണ് കേട്ടോ എൻ്റെ അമ്മായി എല്ലാവർക്കും ലെയിമൊക്കെ കൊടുന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു അമ്പലത്തിലോട്ടുള്ള എഴുന്നള്ളിപ്പ് പോകേണ്ടതെന്ന് പറഞ്ഞത്. എല്ലാവരും ഓടി അവിടേക്ക് അത് കാണാൻ പോയി. പണ്ടൊക്കെ നമ്മളും പോയിരുന്നു. കുട്ടികളാണ് ആദ്യം ഓടിപ്പോയി നിന്നത്. അപ്പോൾ ആ വകയിൽ കുറേ പരിചയക്കാരെ, അവിടെയുള്ള നാട്ടുകാരെ നമുക്ക് മുന്നേ പരിചയമുള്ളവരെയും കണ്ടു. ഇത് നൈറ്റിലാണ് കേട്ടോ. നമ്മൾ പിന്നെ നൈറ്റ് പെട്ടെന്ന് ഉണ്ടാക്കിയൊരു പ്ലാനാണ് ഈ കർമ്മയിൽ പോക്ക്. നമ്മൾ കുട്ടികളാരുമില്ല, ഞങ്ങൾ 4 കസിൻസ് മാത്രമേ ഉള്ളൂ. അവിടെ ഇപ്പം എത്തിപ്പെടാനായിട്ട് കുറേ പണിപ്പെട്ടു. നല്ല ബ്ലോക്കായിരുന്നു. പെരുന്നാളിൻ്റെ സെക്കൻഡ് ഡേ അല്ലേ, അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. അവിടെ പൊന്നാനിയിൽ പൊന്നാനി ഫ്ലവർ ഷോ എന്നുള്ള പേരിൽ നടക്കുന്ന ഫ്ലവർ ഷോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ആ വഴി ഇങ്ങനെ ഈ കർമ്മയിലൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ അങ്ങ് പോയി. ഞങ്ങൾ കർമ്മ വരുന്നത് ഒന്നും കാണാനല്ല, ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഫുഡ് സ്പോട്ട് തപ്പിയിട്ടുള്ള പോക്കാണ്. നമുക്ക് ഇവിടുത്തെ മോമോസും കുനാഫയും അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉപ്പിലിട്ടത് അതൊക്കെ ട്രൈ ചെയ്യാന്നുള്ളത്. പക്ഷേ അങ്ങോട്ട് എത്തിപ്പെടൽ ടാസ്ക്കാണ്. കണ്ടില്ലേ, ഭയങ്കര ബ്ലോക്കാണ്. അറ്റ് ലാസ്റ്റ് നമ്മളവിടെ എത്തി. മോമോസിന് ഭയങ്കര ക്യൂ ആയിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് മോമോസ് കിട്ടി. നമ്മൾ ബീഫും ചിക്കനുമാണ് ട്രൈ ചെയ്തത്. സത്യം പറഞ്ഞാൽ തികഞ്ഞില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്തു. കുനാഫയും ഇതുപോലെ കണ്ടപ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നി, പക്ഷെ അത് നമുക്ക് തികഞ്ഞില്ല. നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമായിരുന്നു. ഒരുപാട് സ്ഥലത്തുനിന്ന് നമ്മൾ കുനാഫ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ഓക്കെ, ഭയങ്കര സംഭവം എന്ന് പറയണമെന്നില്ല, ഒരു ഓക്കെ, ഒരു മൊമോസിൻ്റെ എരിവിൻ്റെ കൂടെ അത് ബാലൻസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഡിഷായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ റിട്ടേൺ തിരിച്ചു പോരുകയാണ്. അത്യാവശ്യം ടൈമായിട്ടുണ്ട്, ഒരു 10-10:30 ആവാറായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു പോന്നു. ഇനി നമ്മൾ വരുമ്പോൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വീട്ടിൽ വന്നിട്ടുള്ള വൈബാണ്. കുട്ടികളൊക്കെ ഏകദേശം സൈഡായിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കുറേ ഫോട്ടോസും പിന്നെ കുറച്ച് കുറേ റീൽസ് എടുത്തു. ചിലത് പോസ്റ്റ് ചെയ്തു, ചിലത് അവിടെ ഡ്രാഫ്റ്റിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ അതിൻ്റെ ശേഷമുള്ള വ്യൂ ആണ് ഇതൊക്കെ. ഞാൻ രാവിലെ എന്നുണ്ട് 10:30 എനിക്ക് രാവിലെ ആയപ്പോൾ. അതുകൊണ്ടാണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. ബ്രഷ് ചെയ്ത് വന്നിട്ട് ഇതാ അവിടെ നല്ല ഇവിടുത്തെ ഫാം ഫ്രഷ് പപ്പായൊക്കെ ഉണ്ട്, അതും ഓറഞ്ചും ഒക്കെ കഴിക്കുകയാണ്. കുട്ടികളപ്പോഴേക്കും രണ്ടാമത്തെ ഫുഡിനുള്ള ടൈമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചോറ്, വാഴയിലയിൽ നല്ല അടിപൊളി ചോറ്, നാടൻ ഐറ്റംസൊക്കെ ആയിട്ടുള്ള ഒരു ചീര ഉപ്പേരി, വറുത്തരച്ച കറിയായിരുന്നു. നല്ല അടിപൊളി. അമ്മായി ഒരു അച്ചാർ സ്പെഷ്യലിസ്റ്റാണ്. അമ്മായിയുടെ അച്ചാർ, പപ്പടം, പിന്നെ മാന്തൾ വറുത്തത്, ഇതൊക്കെ ആയിരുന്നു ഫുഡിന്. നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോരാൻ നോക്കുകയാണ്. ഒരു 2:30 ആയപ്പോഴേക്കും യാത്ര പറയുകയായി. ഇനി എന്താണെന്നറിയില്ല. അപ്പോൾ എല്ലാവർക്കും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. എല്ലാവരും ഇന്ന് പോവും. നമ്മൾ തന്നെ മാമൻ്റെ വണ്ടിയിൽ പനമ്പാട് വരെ ആക്കി തരും. അവിടെ നിന്ന് പിന്നെ നമുക്കങ്ങ് ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അമ്മ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അമ്മ കയറി. പിന്നെ മക്കൾ, ഞാൻ. അപ്പോൾ ജാനി, ഇവിടെ ഒരു കസിൻ്റെ കുട്ടിയാണ് ജാനി, ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് ആളും ഞങ്ങളുടെ കൂടെ ഫ്രണ്ടിൽ കാറിൽ കയറി ഇരിക്കുന്നുണ്ട്. അവളെ കുറച്ചങ്ങോട്ട് പോയിട്ട് അവിടെ ഇറക്കി വിടാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് എൻ്റെ ഫോണിൽ തന്നെ ഞങ്ങൾ യാത്ര പോകുന്ന വീഡിയോ എൻ്റെ വേറൊരു കസിൻ ആദു എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് പോകുമ്പോൾ വണ്ടി ഒന്ന് സ്ലോ ആവും. അത് നമ്മൾ ഈ ഫോൺ റിട്ടേൺ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു രസമാണ് കസിൻസ് ഒത്ത് ഇങ്ങനെയുള്ള ഡേയ്സ്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.